തിരുവനന്തപുരം ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കുടുംബവും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്, അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. നിയമ പോരാട്ടത്തിന് ഉദയകുമാറിന്റെ അമ്മയ്ക്ക് എല്ലാ സഹായവും നൽകുമെന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പി കെ രാജു 24-നോട് പറഞ്ഞു. ഉദയകുമാറിൻ്റെ അമ്മയ്ക്കൊടൊപ്പം നിന്ന് ഈ നീതി ലഭിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരനായതുകൊണ്ട് അവന് നീതി ലഭിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. സാധാരണക്കാരന് നീതി ലഭിക്കണമല്ലോ. സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ട ഉദയകുമാറിൻ്റെ അമ്മയെ ഉൾപ്പെടെയുള്ളവർക്ക് ഒരിക്കലും അവർക്ക് അവിടെ ചെന്ന് എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു നിയമം, മരണമാണ് ഇതിൽ സംഭവിച്ചാലും ശരി, ഞാൻ ഈ നീതിക്ക് വേണ്ടി പോരാടും. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഇപ്പോൾ ആ കുടുംബത്തിന്, ഉദയകുമാറിന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു സർക്കാർ. സുപ്രീം കോടതിയിലേക്ക് നിയമപോരാട്ടം തുടരുന്നതിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നു. വിവരങ്ങൾ മനീഷ് മഹിപാൽ. 2005 വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഒരു കൊലപാതകമാണെന്ന്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തായിരുന്നു. അന്ന് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങളും പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. അന്ന് തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് എതിരെ ഒരുപാട് മൊഴിയും തെളിവുകളും ഉണ്ടായിട്ടും പക്ഷേ ഈ കേസ് അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കേസ് അന്വേഷിച്ചത് CBI ആണ്. CBI ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ അന്വേഷിച്ചതിൻ്റെ ചാർജ് ഷീറ്റ് അടക്കം കൊടുത്ത് പിന്നീട് അത് കോടതിയിൽ വിചാരണക്കിരിക്കുകയാണ്. 2018 ഇത് സംബന്ധിച്ച് ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും വധശിക്ഷ CBI, തിരുവനന്തപുരം സ്പെഷ്യൽ CBI കോടതി വധശിക്ഷ വിധിക്കുന്നത്. പിന്നീട് ഇത് പരിശോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിലാണ് ഈ CBIയുടെ കണ്ടെത്തലുകൾ ചില പ്രശ്നങ്ങൾ, ഗുരുതരമായ വീഴ്ച CBIയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കോടതിയുടെ നിരീക്ഷണം വരുന്നത്. ആ നിരീക്ഷണത്തിലടക്കം പ്രധാനപ്പെട്ട തെളിവുകളുടെ അഭാവമുണ്ട്. ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും വധശിക്ഷ അടക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ ഉത്തരവാണ് കോടതി ഇറക്കുന്നത്. അതായത് ഇതിൽ രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രതിപട്ടികയിൽ നിന്ന് മാറിയിരുന്നു. പിന്നീട് 5 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കൃത്രിമമായ രേഖ ഉണ്ടാക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 3 വർഷം തടവായിരുന്നു. അതിൽ മുൻ DYSP ഒപ്പം തന്നെ SP-മാരായ 2 പേരൊക്കെ തന്നെ പ്രതിപട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒന്നാം പ്രതിയെ നിലവിൽ ഈ സ്ഥാനത്ത് നിന്നും, അതായത് ഈ വധശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കുറ്റവിമുക്തനാക്കിയതിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലെ പിഴവുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവിന് എതിരെ ഒരു അപ്പീൽ നൽകുക എന്ന ഒരു ഉദ്ദേശത്തോട് കുടുംബം ഇന്ന് തന്നെ ഈ വക്കീലുമായി ബന്ധപ്പെട്ട് വക്കീലിൻ്റെ വക്കാലത്ത് നൽകിയിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. സർക്കാർ കൂടി ഇതിൻ്റെ ഭാഗമാകും, സർക്കാർ കൂടി കക്ഷിയാകും. അങ്ങനെയാകുമ്പോൾ 2005 വലിയ രാഷ്ട്രീയ കൊള്ളടക്കം ഉണ്ടാക്കിയ കേസിൽ ഇപ്പോൾ ഇടത് സർക്കാർ കൂടി അതിൻ്റെ ഭാഗമാകുന്നു. കുടുംബത്തിന് നീതിക്ക് വേണ്ടി തങ്ങളെ ഒപ്പം ഉണ്ടാക്കുന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. റീജിത്ത്, ശരി, അന്വേഷണത്തിൽ CBIക്ക് വീഴ്ചയുണ്ടായി എന്നടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിടുന്ന നിലയിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു സംസ്ഥാന സർക്കാർ. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.